ഹായ്, എന്താണ് വിശേഷം? നല്ല വിശേഷമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോവുക നമ്മുടെ നാട്ടിലുള്ള കുറച്ച് കൃഷികൾ. ഇതാണ് ഗോതമ്പ്. ഈ ഫുൾ ഇത് ഗോതമ്പ് കൃഷിയാണ് മൊത്തം. ഇത് വേണ്ട, ഈ കാണിക്കുന്ന എല്ലാ ഗോതമ്പുമാണ്. പിന്നെ ഒരു മഞ്ഞ പൂവുള്ള അത് മസ്റ്റാർഡാണ്. അത് ഞാൻ അടുത്ത് പോയി ഈ മഞ്ഞ പൂവില്ലേ, ഇത് മസ്റ്റാർഡാണ്. കടുക്. ഇതാണ് വെളുത്തുള്ളിയാണ് ഇത്. കണ്ട, ഇതാണ് വെളുത്തുള്ളി സംഭാബ്. പിന്നെ ഈ ഭാഗത്തുള്ള വെളുത്തുള്ളിയാണ്. അത് ഗോതമ്പ്, ഇത് വെളുത്തുള്ളി, പിന്നെ ഇതും വെളുത്തുള്ളി. പിന്നെ അതിൽ സെൻറ്ററിൽ ഒരു വയറ പോലെ ഒരു കാണിക്കുന്ന ഒരു ലൈന്, അതിൻ്റെ അകത്തൊരു ഇതുണ്ട്, മറ്റേ സവാള. ഞാൻ അടുത്ത് പോയി കാണിക്കാം. ഇതാണ് സവാള. ഇതിൻ്റെ പൂവുണ്ടാവും. ഈ പൂവ് എടുത്തിട്ട് നമുക്ക് വേറെ കറി ഉണ്ടാക്കാം. ഇനി മൊത്തം ഈ ലൈനിൽ വേറെ ഒരു ലൈൻ വെച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ലൈനിൽ വെറുതെ ഉണ്ടാവും, അതുകൊണ്ട് സവാള വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഇത് കേരളത്തിലെ ഞാൻ കണ്ടിട്ടില്ല. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് പശുക്ക് കൊടുക്കാം കഴിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സൈഡിലൊരു നമ്മുടെ നാട്ടിലുള്ള പേര് ഭുട്ടാണ്. ഞാൻ വേറെ ഒരു ഇതിൽ ആയിട്ടില്ല. ഞാൻ വേറെ ഒരാളുടെ ഭൂമിയിൽ ഞാൻ കാണിക്കാം. ഇതെല്ലാം എൻ്റെ അല്ല കേട്ടോ, അതിൻ്റെ വേറെ ആളുടെ എല്ലാം. അകത്ത് വേറൊരു സാധനം, ഈ വെളുത്തുള്ളി അകത്ത് ഈ ലൈനിൽ ഒരു ലൈൻ നമ്മുടെ വെച്ചത് ക്യാബേജാണ് സാധനം. ഇങ്ങനെയാണ് ഇത് മറ്റേ ഇല മാത്രമേ ഉള്ളൂ, പൂവല്ല. അപ്പുറത്തെ ഭൂമിയിൽ ആ വലിയ കണ്ടില്ലേ, അതാണ് പൂ, മറ്റേ കോളിഫ്ലവർ. ഇത് ക്യാബേജ്. ഇതാണ് കടുക്, മസ്റ്റാർഡ് വയൽ. ഇതിന് നമ്മുടെ ഉണ്ടായിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പൂ, കടുക്. പിന്നെ ഈ സാധനം കണ്ട, ഇതിൻ്റെ അകത്തെ ഈ കടുക് ഉണ്ടാവും. ഞാൻ എന്തൊന്ന് ഈ ഒരു സാധനം പറിച്ച് കാണിക്കാം. ഈ സാധനം ഇതിൻ്റെ അകത്ത് ആ സാധനം ഉണ്ടായി, ഇതിൻ്റെ അകത്ത് കുരു ഉണ്ടാവും. ഇത് ഇങ്ങനെ, ഇത് മൊത്തം കടുകാണ്. പിന്നെ വേറൊരു സാധനമുണ്ട്, എന്താ അറിയാമോ, പയറല്ല, പരിപ്പ്. നമ്മുടെ ഓറഞ്ച് കളറിൻ്റെ പരിപ്പില്ലേ, ആ പരിപ്പാണ് ഇത്. നമ്മുടെ സാമ്പാറിൽ കൊടുക്കുന്ന പരിപ്പ്, ആ പരിപ്പാണ് ഇത്. സാമ്പാറിൽ കൊടുക്കുന്ന പരിപ്പ്. ഈ സാധനം വെള്ള കളറിൻ്റെ പൂവുണ്ട്, അതിന് ഈ ആയിട്ടില്ല, സമയം പിടിക്കും. ഒരു മാസം 1.5 മാസം സമയം പിടിക്കും. പിന്നെ ഞാൻ കോളിഫ്ലവർ കാണിക്കാം. ക്യാബേജ്. ഇതാണ് ക്യാബേജ്. ഇത്രയുള്ള ഭൂമിയിൽ നമ്മുടെ വെള്ളം എങ്ങനെ കൊടുക്കണം? ഈ പൈപ്പ് കണ്ട, ഇതാണ് നമ്മുടെ പമ്പ്. ഈ പൈപ്പ്, ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. പക്ഷെ ഇത് കേടായി പോയി. അവിടെ ഒരെണ്ണമുണ്ട്, മറ്റേ ദൂരെ ഒരെണ്ണമുണ്ട്. ഇത് കേടായി പോയി. ഇതുപോലെ നമ്മുടെ പൈപ്പ് അകത്ത് ഒരു 50 അടി 30 അടി അടിയിൽ ഇതുപോലെ പൈപ്പ് വെച്ചിട്ട് ഇവിടെ ഒരു മെഷീൻ വെച്ച്, നമ്മുടെ മെഷീൻ ഡീസൽ എൻജിൻ അത് വെച്ചിട്ട് വെള്ളം ഇങ്ങനെയാണ് കൊടുക്കുന്നത്, വെള്ളം വരും. ഇതാണ്. പിന്നെ അടുത്ത കോളിഫ്ലവർ. ഇതാണ് ഫ്ലവറുണ്ട് മരം, പക്ഷെ ഹൈറ്റില്ല.
ആയിട്ടില്ല കേട്ടോ. ഇത് പ്രായമായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഇല മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ വേറൊരു ഭൂമിയിൽ പോയി കാണിക്കാം. ഈ സാധനം ഭുട്ട എന്ന് പറയുന്നത് നമ്മുടെ പേര്, മലയാളത്തിൽ എന്താ അറിയില്ല, ഭുട്ടാണ് നമ്മുടെ ഈ സാധനം. ഇത് പറിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കുരിയുണ്ട്, അത് നമ്മുടെ കത്തിച്ചിട്ട് എന്ന് കഴിക്കുന്ന സാധനമില്ലേ, ആ സാധനമാണ് ഇത്. ഇതുപോലെ 1 2 ഒരു മരത്തിലുണ്ടാവും. ചില മരത്തിൽ 3 ഉണ്ടാവും, ചില മരത്തിൽ 1 ഉണ്ടാവും, ചില മരത്തിൽ 2 ഉണ്ടാവും. ഇതിലുണ്ട്, ഇപ്പോൾ ആയിട്ടില്ല. പക്ഷേ ഇതാണ് നമ്മുടെ കഴിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഈ കൃഷി ചെയ്തിട്ട് നമ്മുടെ പശുക്ക് കൊടുക്കും. ഇതിൻ്റെ ഫുൾ കട്ട് ചെയ്തിട്ട് പശുവിന് കൊടുക്കും. ഞാനൊരു പറിച്ച് കാണിക്കാം. പറിച്ചിട്ട് ഇതിൻ്റെ അകത്ത് എന്താണെന്നും ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാവില്ല എന്നായിരിക്കും. എന്നാലും ഞാനൊരു പറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഇതാണ് ആ സാധനം. ഇതിൻ്റെ അകത്ത് മറ്റേ സാധനം ഉണ്ടാവും. അതിനെ ഒന്ന് പൊട്ടിച്ചിട്ട് നോക്കാം. ഇതിൻ്റെ അകത്ത് കുറേ ഈ സാധനമുണ്ട്, മൂടിപ്പുല്ല് കണ്ട. ഇപ്പോൾ ഈ മൂടി നമുക്ക് കളഞ്ഞിട്ട് നോക്കാം ഇതിൻ്റെ അകത്ത് എന്താ. അപ്പോൾ നമുക്ക് അറിയാം ഈ സാധനം എന്താണ്. ഇതിപ്പോൾ മനസ്സിലായില്ലായിരിക്കും, പക്ഷെ ഇത് പറിച്ച് കളയും. ഈ മൂടി എല്ലാം മാറ്റാം. അപ്പോൾ നമുക്കറിയാം ഈ സാധനം എന്താണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതാണ്. ഇത് കീഴിൽ പോയി. ഇതാണ് ആ സാധനം. ഈ ചെറിയ കൂറ് ഇച്ചിരി വലുതാവും. എന്നിട്ട് നമുക്ക് ഈ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് കത്തിച്ചിട്ട് പച്ച കഴിക്കാനായിട്ട് നമ്മുടെ കാക്കണുള്ള കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സാധനം ഇപ്പോൾ കഴിക്കാൻ പറ്റും. ഇച്ചിരി മധുരം ഉണ്ടാവും, നമുക്ക് കഴിക്കാൻ കുഴപ്പമില്ല. പിന്നെ ഇത് സാധാരണ കണ്ടാൽ അറിയില്ല അല്ലേ, ഇത് ഉരുളക്കിഴങ്ങ്. പിന്നെ അടുത്ത് സവാള ഉണ്ട്. വീഡിയോ ഇച്ചിരി ലോങ് ആയിപ്പോയി. ഈ വെളുത്തുള്ളി നമ്മുടെയാണ്, ചെറിയ കുറച്ചുണ്ട്. പിന്നെ ഈ ചക്കമാരം നമ്മുടെയാണ്. ഇതാണ് നമ്മുടെ വെളുത്തുള്ളി. ഇനി ഇത് മറ്റേ ഉരുളക്കിഴങ്ങിൻ്റെ മരം കൃഷി. ലാസ്റ്റ് നമുക്ക് മറ്റേ ശർക്കര ഉണ്ടാക്കാൻ ആ കോല് കാണിക്കാം. അവിടേക്ക് പോവാം. ഞാൻ ഇങ്ങടെ എൻ്റെ വീടാണ്. ആ വീട്ടിലേക്ക് ഞാനിപ്പോൾ പോകും. ലാസ്റ്റ് വീടിൻ്റെ തൊട്ടടുത്ത് മറ്റേ ശർക്കര ഉണ്ടാക്കാൻ സാധനം പേര് മലയാളത്തിൽ എനിക്കറിയില്ല, അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നു. പിന്നെ അടുത്ത ഒരു ഉരുളക്കിഴങ്ങുണ്ട്. ഇതേ കണ്ട, ഈ തണുപ്പ് സീസൺ ഈ പാടം എല്ലാം ഫുൾ ഇതാ സൂര്യയാണ്. അത് ഉദയമല്ല, സൂര്യാസ്തം. ഇത് മൊത്തം കൃഷിയാണ്, ഒന്നുമില്ല, കൃഷി മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ നാട്ടിൽ. ഇതുപോലെ കുറേ പച്ചക്കറി കൃഷികൾ ഉണ്ട്, പക്ഷേ ഇത് എൻ്റെ അടുത്തില്ല, ഇച്ചിരി ദൂരമാണ്. അതുകൊണ്ട് അത്ര ദൂരം പോയിട്ടില്ല. ഇടയ്ക്കിടയ്ക്കുണ്ട്. പക്ഷെ ഇപ്പോൾ കൂടുതലുള്ള വെളുത്തുള്ളി, പിന്നെ കടുക്, കിഴങ്ങ്, ഇത് മാത്രമേ ഉള്ളൂ. ചെറിയൊരു വഴിയാണ്, ചെറിയ വഴി പാടത്തിലെ. ഇത് ബ്രിഞ്ചലാണ്. ബ്രിഞ്ചൽ കണ്ട. ഇത് ചൈന സാധനമാണല്ലോ, നമ്മുടെ നാടനല്ല, ചൈന ആണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സൈസ് കണ്ട, നല്ല റൗണ്ട് സൈസാണ്. ഇത് ചെറുതാണ്, വലുതാവും. ഇതാണ് ആ ശർക്കര ഉണ്ടാക്കാൻ കോല്. ഞാൻ അതന്നെ പറയുന്നു, ശർക്കര ഉണ്ടാക്കാൻ കോല്. ശർക്കര, പഞ്ചസാര അല്ല ഇതിന് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഇല നമുക്ക് അതാ കേരളത്തിലുണ്ടല്ലോ, ഇതുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ നാട്, നമ്മുടെ കൃഷികൾ? നല്ലതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു.